ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹോം വ്ളോഗാണ്. അപ്പം കുറേ ആയിട്ട് ഞാൻ ഹോം വ്ളോഗൊക്കെ ചെയ്തിട്ട് കുറച്ചായിട്ടുണ്ട്. അപ്പം ഞാൻ ഹോസ്റ്റലിലായിരുന്നു, ഇന്നലെ ഞാൻ വീട്ടിൽ വന്നു. അപ്പോൾ വീക്കെൻഡ് ആയിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് ഞാൻ ഹോം വ്ളോഗ് എടുക്കാമെന്ന്. എൻ്റെ ഒരു രീതി അനുസരിച്ച് ഞാനിപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് എനിക്കൊരു ഫീൽ ചെയ്യുന്നുണ്ട്. എന്താവുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഏതായാലും ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഉള്ളി വരട്ടാണ്, മുട്ടക്കറിയാണ് വെക്കാൻ പോകുന്നത്. എനിക്ക് ഉള്ളി വരട്ടുന്ന സൗണ്ട് ഭയങ്കര ഇഷ്ടമാട്ടോ. നല്ല മുരിമുരിന്ന് വരുന്ന സൗണ്ട്. നല്ല എഗ് മസാല ഒക്കെ ഇട്ട് നമ്മൾ സൂപ്പറായിട്ട് എഗ്ഗ് എന്ന് വെച്ചാൽ മറ്റേ കാടമുട്ടയാണ് കേട്ടോ മേടിച്ചിട്ടുള്ള. അപ്പം അത് വെച്ചിട്ട് നമുക്കൊന്ന് വെറൈറ്റി നോക്കാം. എന്ത് എഗ് റോസ്റ്റ് ലൈക്ക് അങ്ങനെ എന്തെങ്കിലും. ഗൈസ്, നമ്മുടെ എഗ് റോസ്റ്റ് അല്ല, എഗ് കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ക്യാമറയെക്കാളും നല്ല രസമുണ്ട് നേരിട്ട് കാണാൻ. നല്ല ചുവന്ന കറി, നല്ല ചോന്നിരിക്കുന്നു. പോയി കഴിക്കട്ടെ, നല്ല വിശക്കുണ്ട്. കാടമുട്ടയാണ് കേട്ടോ ഗൈസ്. എനിക്ക് ഒരാളാണ് ഇഷ്ടമാണ് പറഞ്ഞത്, അപ്പം മമ്മി മേടിച്ചാണ് ഇന്നലെ. സോ ഞങ്ങൾ പോയി കഴിക്കട്ടെ. അയ്യോ സോറി, ചേച്ചിയാണ് ഉണ്ടാക്കിയത്, പ്രത്യേകം പറയാൻ പറഞ്ഞു. ഹോസ്റ്റലിൽ നിന്നാൽ പിന്നെ എനിക്ക് ഇവിടെ ഒരു ദിവസത്തിന് പണി കാണില്ല, കാരണം ഫുൾ സ്നേഹമൊക്കെ ആയിരിക്കും. രണ്ടാമത്തെ ദിവസം ആകുമ്പം പിന്നെ അടിയായി വെട്ടായി കുത്തായി ഒക്കെ ആയി. പോയി കഴിക്കട്ടെ. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഞാൻ ഈ ഫ്ലാഷ് ഇട്ടേക്കുന്നത് ഇവിടെ കുറച്ച് വെട്ടക്കുറവായതുകൊണ്ടാണ്. പുട്ടും കാടമുട്ടക്കറി. ഇന്നലെ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വന്ന് ചെറിയ വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കുഞ്ഞു വ്ളോഗ് ആയതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അതായത് ഏതെങ്കിലും വ്ളോഗ് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ വ്ളോഗിൽ ആഡ് ചെയ്യാമെന്ന് വെച്ചു. അപ്പം ഞാനും ചുരിയും കൂടെ നേരെ വീട്ടിലോട്ട് പോയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും രാവിലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിശന്നിരുന്നപ്പോൾ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ പോയൊരു പപ്സ് കഴിച്ചു. പിന്നെ അവർക്ക് ഇങ്ങനെ മെറ്റീരിയലൊക്കെ എടുക്കാനുണ്ടായിരുന്നു കുറച്ച്. അതൊക്കെ മെറ്റീരിയലൊക്കെ എടുത്തു. എന്നിട്ട് മമ്മിയും ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ടൗണിലൊന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കിനും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ മൂന്നുപേരും ഇങ്ങനെ ഇറങ്ങാറുള്ളല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ പിസ്താഷ് ഷേക്കും കുറച്ച് ചോക്ലേറ്റ് ഷേക്കും ബർഗറൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റ് പോയി. വാലന്റൈൻസ് ഡേ ആയിട്ട് അവിടെ നല്ല ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഡെക്കറൊക്കെ ചെയ്തിട്ട്. എന്നിട്ട് ഞങ്ങൾ കുറച്ച് ഗ്രോസറി ഐറ്റംസ് ഷോപ്പ് ചെയ്യാനായിട്ട് പോയതാണ്. അപ്പോൾ ഇവിടെ പുട്ടുപൊടി, അപ്പപ്പൊടി, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് 99 രൂപ 49 രൂപ അങ്ങനെ എന്തൊക്കെയാണ്. നല്ല ഓഫറാണ് അവിടെ. പകുതി വിലക്കൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പം നമുക്ക് മന്ത്ലി പോയിട്ട് അവിടെ വീട്ടിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. ഇതൊരു ക്യൂട്ട് കുപ്പി, രസമുണ്ട് കാണാൻ. എന്തോ റീബൗണ്ടോ ലൈക്ക് അങ്ങനെ എന്തോ സംഭവം. പുട്ടുപൊടി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ നേരെ മുളക് പൊടി ഫുൾ കാശ്മീരി മുളക് പൊടി, ആ മുളക് പൊടി, എല്ലാ ബ്രാൻഡിൻ്റെയും മുളക് പൊടി സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ മുളക് പൊടി, മല്ലിപ്പൊടി, അത് ഇത് ഓരോ ബ്രാൻഡ് അനുസരിച്ചാണെന്ന് എനിക്ക് തോന്നുന്നു ഓഫർ. അവിടെ ഫുൾ ഓഫറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോഴത്തേക്കിനും നമ്മൾ അത് ഇതൊക്കെ നോക്കി എടുക്കുകയാണ്. മല്ലിപ്പൊടി, മുളക് പൊടി. ഞാൻ പറഞ്ഞത് തന്നെ പിന്നെയും പറയേണ്ടത് എനിക്ക് അറിഞ്ഞൂടാ അതിനകത്ത് എന്താ പറയേണ്ടത്, കാരണം ഇതൊരു ലോങ് വീഡിയോ ആണ്. ലോങ് വീഡിയോ മീൻസ് എന്നെ സംബന്ധിച്ച്. അങ്ങനെ അവർ വേറെ ഏതോ കാശ്മീരി ചില്ലി എടുത്താൽ മതി, അതാകുമ്പോൾ ഈശ്വരോട് ഓഫർ ഉണ്ടെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി നമ്മൾ വാങ്ങിക്കുകയാണ്. 120 ഇത് മതിയല്ലേ വയലറ്റ്? 120 പാക്ക് ഓഫ് 4. ഇതിൻ്റെ ബിസിനസ്സിനെ പറ്റിയ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. റിബൺസ്, ഫുൾ ക്യൂട്ട് ഐറ്റംസ് ആണ്. ഇതൊക്കെ ക്ലേ ആണ്. ഇവിടെ ഡയറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് ഗൈസ്. ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ വന്നു. അപ്പോഴത്തേക്കിനും ഇവർ ഇവിടെ വന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഞങ്ങൾ ഒരുമിച്ച് ഷോപ്പ് ചെയ്യാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്നതാണ് ഗൈസ്. ഇവിടെ ഫുള്ള് ഞങ്ങൾ ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ എല്ലാവരും സൈലൻ്റ് ആയതുകൊണ്ടാണെങ്കിൽ അധികമൊന്നും മിണ്ടാത്തത്. ഇനി ഈ ഒരു സെക്ഷനിൽ ഫുള്ള് ക്യാറ്റിൻ്റെ ഡോഗിൻ്റെ ഒക്കെ കുറേ ഫുഡ് ഐറ്റംസ്, അങ്ങനെ കുറേ ഐറ്റംസ് ആണ് ഈ പരസ്യത്തിൽ കാണാറില്ലേ, ആ സാധനം. പിന്നെ നമ്മൾ ബോഡി വാഷിൻ്റെ ഒക്കെ സംഭവം അവിടെ പോയി. അവിടെ എനിക്ക് തോന്നുന്നു എനിക്ക് എല്ലാ ബ്രാൻഡും ഉണ്ട് അവിടെ. പിയേഴ്സിൻ്റെ എനിക്ക് തോന്നുന്നു 170 155 ഒക്കെയാണ് റേറ്റ് വരുന്നത്. പക്ഷെ നല്ല രസമുണ്ട്.
ആ പിയേഴ്സിൻ്റെ പല പല ഫ്ലേവർ കാണാതിരിക്കുന്നതാണ് നല്ല ഭംഗിയുണ്ട്. പിന്നെ നമ്മൾ ഈ എവിടെയാണ് യൂട്യൂബിലൊക്കെ നമ്മൾ കാണുന്ന അതേ ഇതൊക്കെ. പിന്നെ ഒരു ഗൈസ് പാരഷൂട്ടിൻ്റെ ഒരു വലിയ എണ്ണ ഗൈസ് അതൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ മുടി വളരുന്ന നല്ല പരിശുദ്ധമായ എണ്ണകൾ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ അതൊന്നും മനസ്സിലായി. ഒരു വലിയ റോസ് വാട്ടർ ബോഡി വാഷിലൊക്കെ അങ്ങനെയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഈ വാസ്ലിൻ്റെ ബോഡി വാഷ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഭയങ്കര മോയ്സ്ചറൈസ് ആയിട്ടിരിക്കും കേട്ടോ, നല്ല രസം. ഇതിൻ്റെ ഒരു വലിയ ബോഡി വാഷ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഒരു കോമഡി എന്താണെന്ന് വെച്ചാൽ അവിടെ ലേസ് ഇരിപ്പുണ്ട്. ഇത് അമ്മയും മൂത്ത പുത്രിയും കൂടെ അവിടെ മറ്റേ പരിപ്പാന്ന് പറഞ്ഞാൽ അതിൻ്റെ വില നോക്കിക്കൊണ്ട് ഞാൻ ചിരിച്ചിരി വഴിയായി. അത് പരിപ്പല്ല ലേസാന്നൊരു പിന്നെയാണ് തിരിച്ചറിഞ്ഞത്. പിന്നെ നമ്മൾ കുറേ മറ്റേ പരിപ്പ്, പയറ്, കടല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയി. കറി വെക്കാൻ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. എന്നിട്ട് നമ്മൾ കടലമാവ് മേടിച്ചു, പരിപ്പ്, അങ്ങനെ അല്ലറ ചില്ലറ പയറ് സാധനങ്ങളൊക്കെ വെച്ചു. അതൊക്കെ മേടിച്ച് വെച്ചാൽ നമുക്ക് എപ്പോഴും പച്ചക്കറി വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കഴിഞ്ഞ് പോവാം. അങ്ങനെ അതുപോലുള്ള കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എല്ലാത്തിലും ഞാൻ പറയുന്നുണ്ട് അല്ലറ ചില്ലറ സാധനങ്ങളൊന്നും നിങ്ങളതൊക്കെ സഹിക്കുക ഗൈസ്. എനിക്കിങ്ങനെയൊക്കെ പറയാൻ അറിയുള്ളൂ ഗൈസ്. ഈ ഒരു സെക്ഷനാണ് എനിക്ക് രണ്ടാമത്തെ ഇഷ്ടം. സ്കിൻ കെയർ കഴിഞ്ഞാൽ ഫുൾ പാസ്ത സെക്ഷനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പാസ്തയൊക്കെ. ഞാനിത് മിക്കപ്പോഴും ക്രിസ്റ്റലിൽ വരുമ്പോൾ ടൈമിലൊക്കെ ഞാൻ ഈ പാസ്ത വാങ്ങിക്കും. 180 രൂപ പാസ്ത ഗൈസ്. അങ്ങനെ അമ്മ ഇത് വേറെ കായപ്പൊടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിക്കണം. അതിൻ്റെ കൂടെ ഞാൻ ഇന്ന് വന്നതിൻ്റെ റീസൺ ഹോസ്റ്റലിൽ വന്നത് എപ്പോഴെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് ഞാൻ ഓൾറെഡി പറഞ്ഞതുകൊണ്ടാണെങ്കിൽ ഇപ്പോൾ ഇവിടെ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ചുമ്മാ അതുവഴി ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അമ്മയുടെ പുറകെ ഇങ്ങനെ നടക്കണം. അമ്മ ഇങ്ങനെ സാധനം നോക്കിയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പുറകെ പോകും. സോയ ചങ്ക്സ് ഒക്കെ വാങ്ങിച്ചു. ഇതെൻ്റെ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോയ ചങ്ക്സ്. അതൊരു കറി വെക്കുക അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. അതുകൊണ്ട് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഹോസ്റ്റലിൽ വന്നതുകൊണ്ട് ഫുൾ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കേട്ടോ എനിക്ക്. പിന്നെ വെറൈറ്റി പപ്പടംസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവിടെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സൈസ് പപ്പടങ്ങൾ. ഈ ബാറ്റ് പപ്പടം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിൻ്റെ വേറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫ്ലാക്സ് സീഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മിക്സ്ഡ് സീഡ്സിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഡയറ്റും ഇങ്ങനെ കുറച്ച് ഹെൽത്തി ഒക്കെ ആയിട്ടിരിക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പച്ചക്കറി സെക്ഷൻ ഇതേമാതിരി പച്ചക്കറിയൊക്കെ ഫ്രൂട്ട് സെക്ഷനാണത്. കാണാൻ നല്ല രസമുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ സാധനവും വാങ്ങിച്ചു. പിന്നെ നടന്നപ്പോൾ നല്ല കോഫീൻ്റെ മണം. ചെന്ന് നോക്കിയപ്പോൾ അവിടെ ബ്രൂവിൻ്റെയും കോഫി പൗഡറൊക്കെ ഇട്ട് നല്ലൊരു മണമായിരുന്നു. പിന്നെ അവിടെ വല്ലാണ്ട് അട്രാക്റ്റ് ചെയ്യുന്നു. ഓ മൈ ഗോഡ്. എല്ലാം എനിക്ക് സഹിക്കാൻ പറ്റി. പക്ഷേ ബിസ്ക്കറ്റാണിപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല. എനിക്ക് കുഞ്ഞിലെ തൊട്ട് ബിസ്ക്കറ്റ് ഇല്ലാണ്ട് പറ്റില്ല. ഞാൻ എവിടെ പോയാലും ഞാൻ ബിസ്ക്കറ്റ് ഇല്ലാണ്ട് ഞാൻ പിന്നെ മേടിക്കാതിരിക്കില്ല. കാരണം എനിക്ക് ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ ഹൈഡ് ആൻഡ് സീക്ക് ഒക്കെ എനിക്കിത് കണ്ടാൽ പിന്നെ എനിക്ക് വേങ്ങിക്കണം. അവിടെ കുറേ പേരെന്നെ നോക്കുന്നുണ്ടായിരുന്നു ഞാൻ വ്ളോഗ് എടുത്തിട്ട്. പക്ഷേ എനിക്ക് അന്നേരം എനിക്കൊരു ഷൈൻ തോന്നിയില്ല. കാരണം എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇപ്പം ഞാൻ വ്ളോഗ് എടുക്കുമ്പം ഞാൻ ബാക്കിയുള്ളവരെ നോക്കാറില്ല. ഞാൻ എന്നെയും ക്യാമറയും മാത്രം ശ്രദ്ധിക്കാറുള്ളൂ. അതുകൊണ്ട് എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ ഇച്ചിരി ഇതായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. പണ്ട് എനിക്ക് ഭയങ്കര ഷൈ ആയിരുന്നു. ഞാൻ ഒട്ടും എടുക്കില്ലായിരുന്നു. ഞാൻ ഒളിഞ്ഞ ഭാഗത്തൊക്കെ ആയിരിക്കും എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഒരു ചെറിയ മാറ്റമൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. അങ്ങനെ അവർ ബില്ല് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അത്യാവശ്യം നമ്മൾ വാങ്ങിച്ചു. ബില്ല് ചെയ്ത് അവർ കവറിന് തന്നെ 20 ലൈക്ക് അങ്ങനെ എന്തോ ആയിട്ടുണ്ട്. അങ്ങനെ വീട്ടിൽ വന്നു. എന്നിട്ട് നല്ല ചക്കക്കൂരു കറിയും മേടിച്ച് വെറൈറ്റി പപ്പടവും പിന്നെ കൂമ്പ് തോരനും ഒക്കെ കൂട്ടി നല്ലൊരു കഴിപ്പ് കഴിച്ചു. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.